ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസ് ആണ് നാളെ എക്സാം. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫിസിയോഗ്രഫി ഓഫ് കേരള. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നമുക്കറിയാം 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണുള്ളത്: മലനാട്, ഇടനാട്, തീരപ്രദേശം അഥവാ ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹൈലാൻഡിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് എ ഫിസിയോഗ്രഫിക്കൽ സെക്ഷൻ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അബൌട്ട് 75 meters above sea level and includes hills, mountains and peaks. Highland is a region that receives heavy rainfall and is generally full of greenery. All the 44 rivers of Kerala originated from the highland. അഥവാ മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ വിഭാഗത്തിൽ നിന്നാണ്. അടുത്തത് മിഡ്ലാൻഡ് ആണ്. മിഡ്ലാൻഡ് ഈസ് എ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹൈലാൻഡ്സ് ആൻഡ് ദ കോസ്റ്റൽ ഏരിയ. ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഏരിയ റേഞ്ച് ഫ്രം 7.5 meters and 75 meters above sea level. The midland is characterized by hillocks, valleys and river banks. അഥവാ ഇടനാടാണ്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഭൂപ്രകൃതി വിഭാഗമാണിത് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. കോസ്റ്റൽ ഏരിയ, ദിസ് ഈസ് എ ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ദ Lakshadweep Sea, located close to the coastal region. This area has an altitude up to 7.5 meters above the sea level. തീരപ്രദേശമാണ്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ മോഡേൺ ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രഡീഷണൽ ഒക്യുപ്പേഷൻസ്. ആധുനിക സാങ്കേതിക വിദ്യ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? Hydroponic, terrace farming, microgreens etc. are cultural method using modern technologies. Hydroponics is the method of growing plants in the nutrient-rich solution instead of soil. Terrace farming is the process of planting crops on the side of hills or mountains and then cutting them up and cultivating them on terrace. Microgreens are a method of growing certain crops for only a few days and raising them for food. അഥവാ ഹൈഡ്രോപോണിക്, ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ മൈക്രോഗ്രീൻ തുടങ്ങിയവയാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കാർഷിക മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. മണ്ണില്ലാതെ പോഷകങ്ങൾ അടങ്ങിയ ലായനിയിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. കുന്നുകളുടെയോ മലകളുടെയോ വശങ്ങളിൽ വിളകൾ നട്ടുപിടിപ്പിച്ച് അവ പിന്നീട് കൊത്തിയെടുത്ത് ടെറസിൽ കൃഷി ചെയ്യുന്ന പ്രക്രിയയാണ് ടെറസ് ഫാമിംഗ്. ചില പ്രത്യേക വിളകളെ ഏതാനും നാളുകൾ മാത്രം വളർത്തിയെടുത്ത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന രീതിയാണ് മൈക്രോഗ്രീന്. ചുവന്ന ചീര, പച്ചച്ചീര, കടുക്, മല്ലി, ഉലുവ തുടങ്ങിയ ഇനങ്ങൾ ഇത്തരത്തിൽ വളർത്തിയെടുക്കാറുണ്ട്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ കൺസർവേഷൻ ഓഫ് സോയിൽ. മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? മാംഗ്രോവ്സ്, കോയർ ജിയോ ടെക്സ്റ്റൈൽ, സ്റ്റോൺ വാൾ ഫെൻസ്, ടെറസ് ഫാമിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് പുല്ലിമുഡ്, അഫോറസ്റ്റേഷൻ, ക്രോപ്സ് റൊട്ടേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്. അതോ കണ്ടൽ കാടുകൾ, കയർ ഭൂവസ്ത്രം, കല്ലുകയ്യാലകൾ, തട്ടുകൃഷി, പുൽമുട്ട് നിർമ്മാണം, വനവൽക്കരണം, വിള പരിവൃത്തി, തടയണ നിർമ്മാണം, ഇതൊക്കെ ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റബ്ബർ കൾട്ടിവേഷൻ നോട്ട് ജനറലി സീൻ ഇൻ ദ ഏരിയാസ് നിയർ കോസ്റ്റൽ ഏരിയാസ്. കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്നില്ല. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? റബ്ബർ ക്രോസ് ആർ നോട്ട് ജനറലി സീൻ ഇൻ ദ ഏരിയാസ് നിയർ ദ കോസ്റ്റൽ ഏരിയാസ് ബിക്കോസ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സോയിൽ ദർ. ദ സോയിൽ ഓഫ് ദ മിഡ്ലാൻഡ് റീജിയൻ ഈസ് സൂട്ടബിൾ ഫോർ റബ്ബർ കൾട്ടിവേഷൻ. റബ്ബർ കനോട്ട് ബി കൾട്ടിവേറ്റഡ് ഇൻ ദ സാൻഡ് ഓഫ് ദ കോസ്റ്റൽ റീജിയൻ.
കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങൾ പൊതുവെ റബ്ബർ പോലുള്ള വിളകൾ കാണാറില്ല. അതിനു കാരണം അവിടുത്തെ മണ്ണിൻ്റെ സവിശേഷതയാണ്. ഇടനാട് മലനാട് പ്രദേശങ്ങളിലെ മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. തീരപ്രദേശത്തെ മണ്ണിൽ റബ്ബർ ചെയ്യുന്നതിന് അനുയോജ്യമല്ല. അഞ്ചാമത്തെ ചോദ്യമാണ്, വാട്ട് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ആർ ബീങ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഫോർ പോവർട്ടി അലീവിയേഷൻ ആൻഡ് റെഡ്യൂസിങ് സോഷ്യൽ ഇനീക്വാളിറ്റി? ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്ന്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. മറ്റൊന്ന് ലൈഫ് മിഷൻ. 3, വിദ്യാവാഹിനി. 4, തീരമൈത്രി. 5, കൈവല്യ. 6, ജനനി ജന്മരക്ഷ. 7, പ്രതിഭാതീരം. 8, ഗോത്രബന്ധു. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആ ഭാഗങ്ങൾ കൂട്ടുകാർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. 6th question, how can families generally be classified based on their income? വരുമാന ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ എങ്ങനെ തരംതിരിക്കാം? 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഫാമിലീസ് വിത്ത് ദെയർ എമൗണ്ട് ഓഫ് ഹൈ ഇൻകം, ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് മോഡറേറ്റ് ഇൻകം, ഫാമിലി വിത്ത് ആൻ എമൗണ്ട് ഓഫ് ലോ ഇൻകം. ഓക്കെ, ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, അങ്ങനെ 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്. 7ാമത്തെ ചോദ്യം, വാട്ട് ഈസ് സോഷ്യൽ ഇനീക്വാളിറ്റി? എന്താണ് സാമൂഹിക അസമത്വം? സോഷ്യൽ ഇനീക്വാളിറ്റി ഈസ് എ കണ്ടീഷൻ വെർ ഓൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ആർ നോട്ട് സോഷ്യലി ഈക്വൽ. ദ അൺഈക്വൽ കണ്ടീഷൻ ഇൻ സ്റ്റാറ്റസ്, റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് സോഷ്യൽ ഇനീക്വാളിറ്റി. സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യതല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയും തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു. ഇനി 8ാമത്തെ ചോദ്യമാണ്, വാട്ട് എൻവയോൺമെൻറ്റൽ ആക്ഷൻസ് ക്യാൻ യു ടേക്ക് ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്? എന്താണ് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പാരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെ പ്രവർത്തനമാണ് കൂട്ടുകാരെ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്? റെഡ്യൂസ് എയർ പൊല്യൂഷൻ, പ്രിവെൻറ്റ് ഡിഫോറസ്റ്റേഷൻ, റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്, യൂസ് സ്റ്റീൽ ബോട്ടിൽസ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ബോട്ടിൽസ്, റീപ്ലേസ് പ്ലാസ്റ്റിക് ബാഗ്സ് വിത്ത് പേപ്പർ, ക്ലോത്ത് ആൻഡ് ജൂട്ട് ബാഗ്സ്, ഡിസ്പോസ് ഓർഗാനിക് വേസ്റ്റ് അറ്റ് ദെയർ സോഴ്സ്. അതോ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക, വനനശീകരണം തടയുക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ജൈവവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം സ്റ്റീൽ കുപ്പികൾ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം പേപ്പർ, തുണി, ചണം എന്നിവ കൊണ്ടുള്ള സഞ്ചികൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കാൻ, ലഘൂകരിക്കാൻ അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9th question, what is atmosphere? Make a note on the role of the atmosphere is sustaining life on the earth. എന്താണ് അന്തരീക്ഷം? ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൽ അന്തരീക്ഷം വഹിക്കുന്ന പങ്കിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. The atmosphere is the blanket of air covering the earth. The features that distinguishes the earth from the other planet is its atmosphere. It contains gases, dust particles and water. The atmosphere plays a crucial role in sustaining life on the earth by regulating heat and cold. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷത. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അവസാനത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് റൊട്ടേഷൻ, വാട്ട് ഈസ് റെവല്യൂഷൻ? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഭ്രമണം എന്നാൽ എന്ത്? പരിക്രമണം എന്നാൽ എന്ത്? റൊട്ടേഷൻ ഈസ് ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. ദ എർത്ത് ടേക്സ് 23 hours 56 minutes 4 seconds to complete one rotation. This is calculated as a day. അഥവാ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി എന്താണ് റൊട്ടേഷൻ എന്ന് നോക്കാം. എന്താണ് റെവല്യൂഷൻ എന്ന് നോക്കാം. As it rotates, the earth moves around the sun on a fixed orbit. This is revolution. It takes 365 1/4 days for the earth to go around the sun once. It is considered as 1 year. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്.
ഇതാണ് പരിക്രമണം എന്ന് പറയുന്നത്. സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 1/4 ദിവസം വേണം. ഇതിനെയാണ് നമ്മൾ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നത്. ഇനി ഇതിൻ്റെ പിക്ചർ തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പിക്ചറും കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഏതാണ് റൊട്ടേഷൻ ഏതാണ് എവല്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ റെവല്യൂഷനും റൊട്ടേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതും കൂടെ കൂട്ടുകാർ പോയി നോക്കുക, റെഫർ ചെയ്യുക. നല്ല മാർക്കിന് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.